ആകെ കിട്ടിയ ഒരു അവധി ദിവസം. അലമാര തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടത് അവിടെ ഇവിടെ ഓരോ സ്ഥലത്തായിട്ട് വലിച്ചു വാരിയിട്ടിരിക്കുന്ന എൻ്റെ കമ്മലുകളാണ്. കുറച്ചൊന്നും അല്ല കേട്ടോ, കുറച്ചധികം ഉണ്ട്. എന്നാൽ ഇതൊക്കെ എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് അടുക്കിയൊക്കെ വയ്ക്കാമെന്ന്. അങ്ങനെ ഞാൻ അലമാര തുറന്നപ്പോൾ കണ്ടതോ വലിയ ഡ്രോ ഉള്ള പെട്ടി നിറച്ചു ഇരിക്കുന്നത് എൻ്റെ കുറേ കമ്മലുകളാണ്. പക്ഷേ അതിൻ്റെ ഓരോന്നും ഓരോ സ്ഥലത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കാമെന്ന്. യുദ്ധം തുടങ്ങുകയാണ് മക്കളെ. തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. പക്ഷേ തീർന്നപ്പോൾ ആവേശം കാണാനില്ല. പിന്നെ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് തുടങ്ങി. കൂടെ സഹായിക്കാനേ ഒരാളൂടെ എത്തിയിട്ടുണ്ട്. അക്കുവാണേ അത്. ആക്ച്വലി ഇതുവരെയായിട്ട് പൊട്ടിക്കാത്തൊരു കമ്മലാണ്. ഞാൻ എപ്പോഴാണ് കാണുന്നത്. പക്ഷേ എൻ്റെ കല്ലിളകിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റുള്ള കമ്മലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് പോണ്ടിച്ചേരി പോയപ്പോൾ. പിന്നെ ഈ കമ്മൽ എൻ്റെ ക്ലാസ്സിലൊരു സ്റ്റുഡൻ്റ് എനിക്ക് ഓണത്തിന് ഗിഫ്റ്റായിട്ട് തന്നതാണേ. അക്കു ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ പറയുന്നോ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതെടുക്കുന്നു ഇതെടുക്കുന്നു, എനിക്കറിയാൻ വയ്യ. പിന്നെ ഇതിപ്പോൾ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് കമ്മലാണ്. എല്ലാത്തിൻ്റെ കൂടെ മാച്ചാവും. പിന്നെ അതിനിടയ്ക്ക് കുറച്ച് എൻ്റെ അലങ്കാരപ്പണികൾ ചെയ്യുന്ന സാധനങ്ങൾ കൂടെ ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഈ രണ്ട് മാലകൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാണേ, കുരുങ്ങിക്കിടക്കുകയാണ്. ഇത് വേർതിരിക്കാൻ ഞാൻ പെട്ട പാട്. ഒരു വല്ല വിധേനയാണ് ഞാൻ അതിനെ ഒന്ന് വേർപെടുത്തി സെപ്പറേറ്റ് ചെയ്ത് എടുത്തത്. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രേസ്ലെറ്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ആ കുരുക്കഴിച്ചെടുത്ത മാലയൊക്കെ ആയിട്ട് കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ കമ്മലൊക്കെ ഇട്ട് ഇതൊക്കെയാണല്ലോ നമ്മളൊരു ഹോബി എന്ന് പറയുന്നത്. ഇതൊക്കെ എടുക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഓർണമെൻറ്റ്സൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്തൊക്കെ വച്ചിട്ടുണ്ട്. സിൽവർ ഓക്സിഡൈസും ഒക്കെ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വച്ചു. പിന്നെ കുറച്ച് കവറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കമ്മലിൻ്റെയൊക്കെ, അതൊക്കെ എടുത്ത് മാറ്റി. ഇതൊക്കെ ഇനി എപ്പോഴാണ് അടുക്കി പറക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ക്ലിപ്സൊക്കെ ഞാൻ ഇങ്ങനെ അലമാരയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടും കേട്ടോ. ഇതെല്ലാം സ്റ്റഡിൻ്റെ ഒരു സെക്ഷനിലാക്കി ഞാൻ മാറ്റി. സിൽവർ ഓക്സിഡൈസ്, മറ്റൊരു സ്റ്റഡ് എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു വഴിയായി ഞാൻ.